ഹലോ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നാട്ടിൽ, അതായത് പ്രത്യേകിച്ച് പാലക്കാട്ടിൽ ഏപ്രിൽ മെയ് സമയത്ത് കുറേ കല്യാണങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ക്ലോസ് ഫ്രണ്ട് ശ്യാമിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാം. ഞങ്ങൾ കുറേ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരെയും കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. പൊതുവേ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. അതായത് ഫാമിലിയുള്ളവർ തന്നെ എപ്പോഴും കല്യാണമാണ്, ഫംഗ്ഷനാണെന്നൊക്കെ. പക്ഷേ നമ്മളിവിടെ വലിയ ഫാമിലിയാണ് ഗൈസ്. സോ ഫാമിലിയും ഫ്രണ്ട്സും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് കുറേ കല്യാണങ്ങളുണ്ട്. അമ്പാടി സുന്ദരക്കുട്ടൻ വന്നിരിക്കുന്നു. ഇന്ന് ആസിഫ് അലിയാണോ? ഇന്ന് ആരുടെ ലുക്ക്? ഇന്നത്തെ ലുക്ക് ഇന്ന് ഫഗത്തൊക്കെയാണ്. മുടി നോക്കട്ടെ, ഫഗത്തൊക്കെ പോലെ ഉണ്ടല്ലോ ഗൈസ്. സുന്ദരനായിട്ടുണ്ട്. ഇത് അടുത്ത സുന്ദരൻ വന്നിരിക്കുന്നു ഗൈസ്. ആ കൂളിംഗ് ഗ്ലാസ് വേണമെന്ന് അറിയണം ഏട്ടാ. അവിടെ ആരുടെ കല്യാണം എന്നൊന്ന് പറഞ്ഞു. നിങ്ങളുടെ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? ആരുടെ കല്യാണം എന്നൊന്ന് പറയാൻ നോക്കട്ടെ. ശ്യാമിന്റെ കല്യാണത്തിന് പഠിക്കുന്ന കാലത്ത് എന്തായിരുന്നു എന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ. വേറെ ഭയമായിരുന്നു. രണ്ടും കൂടി തോളിൽ കയറ്റി ഇങ്ങനെ നടക്കും ഗൈസ്. അപ്പോൾ പോകാനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് കേട്ടോ ഞങ്ങൾ. കാരണം വേഗം റെഡി ആയിട്ട് പോകണം. വൈകുന്നേരമാണ് റിസപ്ഷൻ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് രാജേഷും ശുഭിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. രാജേഷും ശുഭിയും കൂടി ഞങ്ങൾ കാറിലും, ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കൂടിയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിൻ്റെ റിസപ്ഷന് വന്നിരിക്കുകയാണ്. ഞാനും ശുഭവും കൂടി സാരി എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടോ ഗൈസ്. പക്ഷേ അങ്ങനെയല്ല. എൻ്റെ ഭർത്താവ് എന്നെ പറഞ്ഞു, എന്ത് പറഞ്ഞറിയോ ഭർത്താവ്, തള്ള വൈബ് കാണിക്കട്ടെ, ചുരിദാറൊക്കെ ഇട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി തള്ള വൈബ് ആയതാരാണ്? ശുഭമാണ്. അപ്പോൾ ഞാൻ ചതിക്കപ്പെട്ടതെന്നല്ല, അല്ല ഓൾറെഡി നമ്മൾ ചുരിദാറെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ചുരിദാർ മാറ്റി, പിന്നെ ഞങ്ങൾ സാരി ആക്കിയതാണ്. കുറച്ച് പെട്ടെന്ന് സാരി ആക്കിയത്, അതുപോലെ തന്നെ പെട്ടെന്ന് ഞങ്ങൾ ചുരിദാറും ആക്കി ഗൈസ്. അല്ലേ ശുഭു? കുറേ നാളായില്ല നമ്മൾ കൂടിയിട്ട്. കഴിഞ്ഞ ആഴ്ച പക്ഷേ നല്ല ബിസി ആയിരുന്നു ഞാനതെനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. സോ ഞാൻ ബിസിയായ കാരണം എനിക്ക് അങ്ങനെ ഇരുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. എന്നെ ഇവിടെ കളിയാക്കണോ ഗൈസ്? അഫ്സലെ എന്താണ് വിശേഷം? അപ്പോൾ അതൊക്കെ നമ്മുടെ 10th ബാച്ചാണ് കേട്ടോ. ആക്ച്വലി എല്ലാവരും നമ്മുടെ 10th ബാച്ചാണ്. സച്ചി നമസ്കാരം. നമസ്കാരം. ഇതാരാണ്? ഈ മനുഷ്യൻ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഗൈസ്. എവിടെയാണ്? എല്ലാവരും ഒരു ഹായ് പറ. ജയരാജ് ഹായ് പറയടാ. ഞാൻ എല്ലാവർക്കും ബിപിന് വഴിയൊക്കെയാണോ രേവതി? ഹായ് പറ. അത് കുഴപ്പമില്ല. പ്രേംനാഥ്. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ താഴെ കൂടെ ഒരു 2 ഉണ്ട്. അതൊന്നും കാര്യമാക്കണ്ട, നമ്മൾ കാണും. അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ. ബാക്കി ഞാൻ വിശേഷങ്ങൾ വഴിയെ കാണിച്ചു തരാം. ഇത് ഫ്രഷ് ആണോ? അത് ഗ്രേപ്പ്. അത് എന്താ ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഗ്രേപ്സ് ആണോ? കളർ എന്തെങ്ങനെ? കുറച്ച് ടിപ്സ് പറഞ്ഞു തരുന്നത് നമ്മുടെ ചാനൽ സക്സസ് ആവാൻ പറയണം. അവിടെ ഐഫോൺ എനിക്ക് വീഡിയോ എടുക്കും. ഫോണിൽ സ്പേസ് ഇല്ലാതെ ലോങ് വീഡിയോ എടുക്കാണ്ട് നടക്കണം ഞാൻ. ഐഫോണിന് പകരം ഈ ഫോൺ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അത് അവിടെ ഫോട്ടോ എടുക്കണം ഗൈസ്. ഇത് ടൂ മച്ച് അല്ലേ? ഞങ്ങളുടെ എന്താ പറയാ, കപ്പിൾ ഫോട്ടോ കിട്ടിയിട്ടില്ല. എല്ലാവരും കൂടി വർത്താനൊക്കെ പറയട്ടെ. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു കൂടുതൽ. അവിടെ അടുത്ത കല്യാണം നിന്റെയാണ്. മര്യാദയ്ക്ക് വേഗം കല്യാണം കഴിച്ചോ. അല്ല ബാക്കി എല്ലാവരും ഫാമിലി ആയിട്ട് നിൽക്കണില്ലേ? കണ്ടില്ലേ അല്ലേ? അടുത്ത് നീ മാത്രം. കല്യാണം കഴിഞ്ഞടാ? നിന്റെ കല്യാണം കഴിഞ്ഞാ? ഇല്ല. അപ്പൊ അവനും കല്യാണം കഴിച്ചിട്ടില്ല. നിന്റെ കല്യാണം കഴിഞ്ഞാ? അവന് കുട്ടിയുണ്ട് എനിക്കറിയില്ല. അവന്റെ കാര്യം അറിയില്ലേ? ഓ ശരി, ബന്ധപ്പെടാം. ഈ ഒരു ഡയലോഗില്ലേ, ഞാൻ എൻ്റെ ഏട്ടൻ്റെ കാര്യത്തിൽ പറഞ്ഞു മതിയായി. ആരും അങ്ങോട്ട് ബന്ധപ്പെടുന്നില്ല, ആരും ഇല്ല. അല്ല ഉണ്ടാ? സത്യം പറ, ഉണ്ടാ? ചെറുതായിട്ടൊന്നുണ്ടല്ലേ? ഇതിപ്പോ നമ്മുടെ ഈ കുട്ടി എന്നെ വിചാരിക്കണ്ടാവില്ലേ? നമ്മളെന്തെങ്ങനെ വിചാരിക്കണ്ടോ? ഉണ്ടാ? വിചാരിക്കണ്ട? ഇല്ലല്ല. വീഡിയോ കിട്ടി. നമ്മളുടെ വേലിയില്ലേ? ഞങ്ങൾ വന്നിട്ട് എത്ര നേരമായി? ഹായ്, ഒരു ഹായ് പറ.
ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കൂടി ആക്ച്വലി എടുത്തതായിരുന്നു. ഒരു ചേട്ടൻ ഇതിൻ്റെ വീഡിയോ എടുത്തതായിരുന്നു, പക്ഷേ എൻ്റെ ഗാലറി കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നിന്ന് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷം ഗൈസ്. എന്നെ ഒരു ദിവസം വോയിസ് മെസ്സേജ് പേര് ചോദിക്കുമ്പോൾ സിനി ഗിരി വേണ്ടി ഞങ്ങളുടെ പേര് മാത്രം പറയണ ഗൈസ്. നിനക്ക് ഇത്ര ക്യൂട്ടായിട്ട് മേമാനോ ചാച്ചാന്നോ എന്തെങ്കിലും വിളിച്ചുവിടറാ പറ്റില്ലടാ നിനക്ക് ചെക്ക. ഷിജു എന്താണ് വിശേഷം? മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? ഞാൻ അറിഞ്ഞില്ല കേട്ടാ. ഇന്ന് രാവിലെ പറഞ്ഞു, രാവിലെ റെഡി ആകുമ്പോഴാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താ പറയാ എന്തെങ്കിലും പറയണ്ട ഗൈസ്. അപ്പോൾ നമ്മുടെ സ്കൂളിലെ നമ്മുടെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് മിസ്സേ വീഡിയോ എടുക്കുന്നൊക്കെ കൊണ്ട് വരാറുണ്ട്. പക്ഷെ അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോൺ അലോഡല്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുക. ഫുഡിനും വീഡിയോ വേണം. ഇല്ലേ അവർക്ക് കിട്ടുമല്ലോ. ഐസ്ക്രീം കഴിക്കാത്ത ശുഭു? എനിക്ക് ഇഷ്ടമല്ല ചേച്ചി, സത്യം പറ. അമൃതയ്ക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ആ ഗൈസ്, ഇവർക്ക് നിന്റെ കഴിഞ്ഞില്ലേ? അത് അവർക്കൊക്കെ ഇഷ്ടമാണ് ഗൈസ്. അവർക്കൊക്കെ കിട്ടി. അമ്പാടിക്ക് ഐസ്ക്രീം കിട്ടി ഗൈസ്. ഒരു സത്യം ഞാൻ പറയാം, ശുഭയ്ക്കും ഐസ്ക്രീം കിട്ടിയില്ല ഗൈസ്. കഴിഞ്ഞു. 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ശ്യാമിട്ടത് പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ. കണ്ടോ, എനിക്ക് ഐസ്ക്രീമിന് പൈസ ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ. ഗൂഗിൾ പേ എങ്ങനെ ചെയ്യാൻ വേണ്ടി പോകും. ആ കിട്ടിയില്ല ഗൈസ്. വെയിറ്റ്. അമ്പാടി കുറച്ച് താടാ അമ്മയ്ക്ക്, ഒരു താടാ, കുറച്ച് താടാ. എന്താ നിങ്ങളുടെയൊക്കെ വിചാരം? മനസ്സിലായില്ല. ഞങ്ങളവിടെ അടിച്ചു തുടച്ച് അല്ല, ഞങ്ങളവിടെ ഇനി അടിക്കാനും തുടയ്ക്കാനും കൊണ്ടുവന്നാണ് അത്രയും പെണ്ണുങ്ങളെ. ആണ്. ഞാൻ കണ്ടു വീഡിയോ കണ്ടു. ഞാൻ കല്യാണ ചെക്ക. അതെ, ഞാൻ ഒരു കാര്യം പറയണ്ട്. എനിക്ക് ഐസ്ക്രീം കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ല. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഐസ്ക്രീം കിട്ടിയില്ല. അതെ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഐസ്ക്രീം കിട്ടിയില്ലാന്ന്. തീരുമാനം നീ ഇപ്പൊ പറയണം. എന്താ തീരുമാനം? ആ ശ്യാമേ, ഗൂഗിൾ പേ ചെയ്തിരിക്കണം. എനിക്ക് ഗൂഗിൾ പേ ചെയ്യണം. എവിടെ? സ്നേഹം മാത്രമേ ഉള്ളൂ വരുന്നില്ല ഗൈസ്. അപ്പോൾ അവർ ഫുഡ് കഴിക്കാം കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി മണിക്കൂറൊന്നായി. ഇനി ഇവരുടെ കഴിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നോക്കാൻ വേണ്ടിയാണ്. കുട്ടി ശരി. എനിക്ക് കിട്ടില്ലടാ ഐസ്ക്രീം. കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ. കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് അടിക്കലും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് കണക്കാക്കുക. പക്ഷെ നല്ല ഹാപ്പി ആയിട്ടൊരു വീഡിയോ ആയിരുന്നു. എല്ലാവരും കൂടി നല്ല ഹാപ്പി ആയി, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ ഒരു അടുത്തൊരു ഫംഗ്ഷൻ എന്താ വൈൻഡപ്പാണ്. അപ്പോൾ ഇനി അടുത്ത ഫംഗ്ഷൻ എന്താ കൂടുക? നമ്മൾ നോക്കണ്ട, നമ്മൾ അവിടെ തന്നെ ഉള്ളവരാണ്. സച്ചിൻ, നീ മര്യാദയ്ക്ക് കെട്ടിക്കോ. ഞാൻ 100 വട്ടം പറഞ്ഞത് നിന്നോട് വേഗം കെട്ടാൻ. അപ്പൊ ഞാൻ കെട്ടെന്ന് വിചാരിക്കും. ആരെ? സനീഷ് നമ്മളെ വിളിക്കോ? ആ വിളിക്കാ പറഞ്ഞു. വിളിക്കണം. വിളിച്ചില്ലെങ്കിൽ ഞാൻ തെളിവുണ്ട് കേട്ടാ. നീ വിളിക്കണം കേട്ടാ. എനിക്ക് ഐസ്ക്രീം കിട്ടി. ശ്യാമിന് ഞാൻ പരാതി പറഞ്ഞായിരുന്നു ഐസ്ക്രീം കിട്ടിയില്ലാന്ന്. അവൻ മേടിച്ചു തന്നു. അത് ഐസ്ക്രീം കഴിഞ്ഞതായിരുന്നു. പക്ഷെ പിരീന വേണ്ടി കാര്യം ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സത്യം നല്ല മെമ്മറീസ്. ബൈ. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി പോയി പറ. ഞങ്ങള് വരുന്ന വഴിക്ക് പാടത്ത് കുറച്ച് വണ്ടി നിർത്തി കേട്ടോ. അമ്പാടി കാട്ടിന് പണി കണ്ടില്ലേ ഗൈസ്. കിങ്ങിണി എവിടെ? കിങ്ങിണി ഇത്ര നേരം കഥ പറഞ്ഞു കൊടുക്കായിരുന്നു. അപ്പൊ അത് നിർത്തിയത്.